നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ മാനാതീത ഗുണാകര സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപത ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും വാഗീശാദ്യാ സുമനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാസുസ്തം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാന സമാന സാമേ വാഗ്ദേവദേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ ഓം ജന്മാദ്യസ്യ യതോന്വയാലിതരതശ്ചത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂനയ തേജോ വാരിമുധാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ പ്രകൃതിഭിः ശുശ്രൂഷുഭിः ദർശനാൽ നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൻ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേരി തന്മയതയാതരവോ വിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുമുനീനാം മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തത്നവിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ
കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ധർമ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിദ്യൈമാ പുരോ വിഭുർനിർമായ ചേതേതമോഷപൂരുഷാഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകസ്തോലം കൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ അതായത് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാനായിട്ട് വ്യാസൻ രചിച്ച പുരാണാണ് അല്ലെങ്കിൽ ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. എന്തിനാണ് ഭക്തി എന്നാണെങ്കിൽ മനസ്സിൽ ഈ ലോക വിഷയങ്ങളുടെ തെല്ലും ആഗ്രഹം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കുക. അപ്പോഴാണ് ആ മനസ്സിൽ ഇപ്പോ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടുള്ള ആത്മഭാവത്തെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഈ ലൗകിക പദാർത്ഥങ്ങളുടെ ആഗ്രഹങ്ങളുടെ ചെറിയൊരു കണികയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യത്തെ, അതായത് നിരതിശീയമായിട്ടുള്ള ആനന്ദത്തെ, നശിക്കാത്ത സുഖത്തെ അനുഭവിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ മനസ്സ് ബാഹ്യ പദാർത്ഥങ്ങളിലേക്ക് നമ്മളെങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഈ വിഷയങ്ങളുമായിട്ട് മനസ്സിന് അത്ര ബന്ധാണ്. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ട് വിഷയങ്ങളെ ആർജിച്ചതിന്റെ വാസന സൂക്ഷ്മ രൂപത്തില് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പൊ അത് പോഷിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെ ഇല്ലാണ്ടാക്കണം. അത് ശരിയായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിൽ ആ വാസനകളെ മുഴുവനും ഇല്ലാണ്ടാക്കാൻ പറ്റുള്ളൂ. ആ മനോനാശവും വാസനാക്ഷയവും ആണ്. ആ വാസനകൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സുമില്ല. ഈ മനസ്സാണ് ജീവന്റെ അടുത്ത ജന്മത്തിന് കാരണമായിട്ടിരിക്കുന്നത്. അപ്പൊ ആ മനസ്സില്ലാണ്ടാവണം. അത് മനസ്സിലെ വാസനകൾ നശിച്ചാലേ പിന്നെ മനസ്സില്ലാണ്ടാവുള്ളൂ. ഈ ചക്രത്തിന്റെ ആരക്കാല് പോലെയാണ് മനസ്സിലെ വാസനകൾ. അപ്പൊ ആ വാസനകൾ ഇല്ലാണ്ടായ പിന്നെ ആരക്കാല് പോയി കഴിഞ്ഞാൽ പിന്നെ ചക്രത്തിന് നിലനിൽപ്പില്ല. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കി ആ മനസ്സിനും അതീതമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ മനസ്സിന് അപ്പുറത്തേക്ക് നമ്മൾ കിടക്കണം. അങ്ങനെയാണ് നമുക്ക് ആ സുഖദുഃഖങ്ങൾക്ക് അതീതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ച് നമ്മുടെ സ്വരൂപം അതാണ്, അല്ലെങ്കിൽ നിത്യാനന്ദമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അനുഭവിച്ച് കൃതാർത്ഥരായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അതാണ് മനുഷ്യ ജീവിതം കൊണ്ട് നേടേണ്ടത്. അപ്പൊ അതിന് ആദ്യം ഭക്തി. ആ ഭക്തി ഉണ്ടാവുമ്പോ, അതായത് മറ്റൊന്നിനെ കുറിച്ചും നമുക്ക് ആഗ്രഹമില്ലാതെ മനസ്സ് അത്യന്തം ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ഈ ലോകപദാർത്ഥങ്ങളിൽ ഒന്നിലും നമുക്ക് താല്പര്യം വരില്ല. അപ്പൊ ലോകപദാർത്ഥങ്ങളുടെ ആ ആഗ്രഹങ്ങളുടെ കണിക പോലും ഇല്ലാതായി തീരുക. അപ്പൊ ഒന്നിനോടും നമുക്ക് ആ പ്രതിപത്തി ഇല്ലാത്തൊരവസ്ഥ വരുന്നതാണ് ശരിക്കും വൈരാഗ്യം. ആ വൈരാഗ്യത്തിന്റെ പരമകാഷ്ഠയില് നമുക്കുണ്ടാകുന്ന അനുഭവമാണ് ജ്ഞാനെന്നാണ്. ഞാൻ ആ ആത്മാവ് തന്നെയാണ്, അതന്നെയാണ് എൻ്റെ സ്വരൂപം. ഇതാണ് ജ്ഞാനം. അപ്പൊ ഇങ്ങനെയുള്ള ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ സ്ഥാപിക്കാനായിട്ടാണ് വ്യാസൻ ഈ ഭാഗവത പുരാണം രചിച്ചത്. ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ കൊണ്ട് ഒരു ജീവന് തൻ്റെ ലക്ഷ്യമായിട്ടുള്ള ആ ആത്മാവിനെ അല്ലെങ്കിൽ ഈശ്വരനെ അറിഞ്ഞ് പ്രാപിച്ച് മുക്തനായി തീരാൻ കഴിയുള്ളൂ. പരമമായിട്ടുള്ള സത്യത്തെ ധ്യാനിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഭാഗവതത്തിൽ മംഗളശ്ലോകം. പരമസത്യമാണ് അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ഒരിക്കലും മാറാത്ത, ഒരു മാറ്റവും വരാത്തതായിട്ടുള്ള നമ്മുടെയൊക്കെ സ്വരൂപം, അതാണ് സുഖം. അപ്പൊ ആ നിലയിൽ നമ്മളെ ഉയർത്തുക, അല്ലെങ്കിൽ അവിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകലാണ്. അപ്പൊ അതിന് ആദ്യ പരമസത്യം എന്താണെന്ന് അറിയണം. പിന്നെ അതിനെ നിരന്തരമായിട്ട് ധ്യാനിക്കണം. ആ നിരന്തര ധ്യാനത്തിലൂടെ മനസ്സ് അതായിട്ട് തീരും. അപ്പൊ പിന്നെ അവിടെ മനസ്സില്ല,
ആ പരമവസ്തു മാത്രം. അപ്പൊ ആ നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതില് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ആ ഭാഗവതം ശരിക്കും പഠിച്ചു കഴിഞ്ഞത് 3 അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഏതെങ്കിലും ഒന്നുണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഒന്നുണ്ടായാൽ പിന്നെ ബാക്കി രണ്ടും കാലം കൊണ്ട് നമുക്ക് ഉണ്ടാവും എന്ന് പ്രത്യാശയുണ്ട്. അല്ലെങ്കിൽ ഉണ്ടാവും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് അതായത് അടിസ്ഥാനമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുള്ള ഭക്തി ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചാൽ ബാക്കി രണ്ടും ഉറപ്പായിട്ടും പിന്നിലുണ്ടാവും. അത് ഉറക്കണം നമ്മുടെ ഉള്ളിൽ എന്നാണ്. മറ്റൊന്നിനെയും നമുക്ക് ആഗ്രഹമില്ല, ആ ഈശ്വരനെ മാത്രം. ഇതിപ്പോ ഗോപസ്ത്രീകളുടെ നില അങ്ങനെയാണല്ലോ. അവർക്ക് ലോകത്തിൽ ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ശരീരം ഉള്ളത് കൊണ്ട് ശരീരത്തിന്റെ വ്യാപാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഭഗവാൻ അവരെ കൊണ്ട് ആ ലോക വ്യവസ്ഥിതി നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുക. അവരൊന്നും അറിയില്ല, അവരതിലൊന്നും കർത്തൃത്വ ഭാവം അവർക്കില്ല. അവര് യാന്ത്രികമായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, പാലും തൈരും ഒക്കെ ആ ശിരസിലേറ്റിയിട്ട് കച്ചവടത്തിനായിട്ട് പോണ സമയത്ത് അവര് പാല് വേണോ, തൈര് വേണോ, വെണ്ണ വേണോ എന്നല്ല ചോദിക്കുന്നത്, ഗോവിന്ദ ദാമോദര മാധവേദി. ആ ഗോവിന്ദ ദാമോദര മാധവാന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അവർ പോണത്. അപ്പോ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായി ഗോപസ്ത്രീകള് പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള സാധനം എന്താ വെച്ചാൽ അവരെ വിളിച്ച് അതെടുത്ത് അതിനുള്ള ദ്രവ്യം എന്താ വെച്ചാൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷെ അവരിതൊന്നും അറിയില്ല. അവരങ്ങനെ യാന്ത്രികമായിട്ട് തെരുവുകളിലൂടെ നടക്കണു. ആ നാവിൽ എപ്പോഴും ഗോവിന്ദ ദാമോദര മാധവ എന്നുള്ള ഭാവം മാത്രം. അപ്പോ ശരീരം നിലനിൽക്കാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യാപാരം കൊണ്ട് ഭഗവാൻ തന്നെ നിവർത്തിപ്പിച്ചു കൊടുക്കുകയാണ്. അവരതൊന്നും അറിയുന്നില്ല. അവർക്ക് വേണ്ടത് കൃഷ്ണനെ മാത്രമാണ്. അപ്പൊ അങ്ങനെ അവർക്ക് കൃഷ്ണനല്ലാണ്ട് വേറൊന്നിലും താല്പര്യമില്ല. ആ ഭഗവാനിൽ മാത്രം ആ നിഷ്കാമമായിട്ടുള്ള നിരുപാധികമായിട്ടുള്ള ഭക്തി, ഭഗവാനെ മാത്രം മതി. ഭഗവാനാണ് സുഖാവേണ്ടത്, ഞങ്ങൾക്കൊന്നും വേണ്ട. ആ ഭഗവാനെ പൂർണ്ണമായിട്ട് അനുഭവിക്കണം. ആ ഭഗവാനെ തന്നിൽ താനായിട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അനുഭവിക്കാനായിട്ടില്ല, പിന്നെ വേറൊന്നും ഇല്ല അവിടെ. കാരണം എല്ലാം ഭഗവത് സ്വരൂപമാണ്. അപ്പൊ അത് ഭഗവാൻ തന്റെ സന്ദേശത്തിലൂടെ തന്നെ അത് ആ ഗോപസ്ത്രീകൾക്ക് ബോധ്യമാക്കി കൊടുക്കുന്നുണ്ട് ഉദ്ധവനിലൂടെ. നമ്മൾ കഴിഞ്ഞതിന്റെ അതിന്റെ മുമ്പത്തെ ദിവസം അനുസ്മരിച്ച സംഗതിയാണത്. അതായത് ഭഗവാൻ ഉദ്ധവനിലൂടെ കൊടുത്ത ആ ജ്ഞാനം അത് വളരെ അതായത് ഗോപസ്ത്രീകള് ആ ശരിയായിട്ട് ഉദ്ധവനിലൂടെ കേൾക്കുന്നുണ്ട്. അത് കേട്ട് കുറച്ച് അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചപ്പോഴാണ് അവർക്ക് കുറച്ചൊരു വിരഹ ദുഃഖത്തിൽ നിന്നൊരു ശമനം അവർക്കുണ്ടായത് എന്നാണ്. ആ വേദാന്തത്തിന്റെ സാരസർവസ്വമാണ് ഈ അതായത് ഭഗവാന്റെ ആ സന്ദേശം ഉദ്ധവൻ പറഞ്ഞു കൊടുത്തത് എന്നാണ്. എന്താന്ന് വെച്ചാല് ആ അതായത് പ്രപഞ്ചത്തിന് സർവകാരണമായിട്ടിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ വിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും നിലനിൽപ്പില്ല ആണ് ആ ഭഗവാന്റെ ആ സന്ദേശം. അതൊന്നും കൂടെ അന്ന് പറഞ്ഞതാണ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒന്നും കൂടെ അത് ഉള്ളിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ വീണ്ടും ഒന്ന് അനുസ്മരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ആ വിഷയത്തിലേക്ക് കടക്കാം, 49ാമത്തെ അധ്യായത്തിലേക്ക്. ഇവിടെ 47ാമത്തെ അധ്യായത്തില് ഭഗവാന്റെ സന്ദേശം ഉദ്ധവൻ ഗോപികളെ കേൾപ്പിക്കുന്നുണ്ട്. എന്താ സന്ദേശത്തിന്റെ കാതല്? ഭവതീനാം വിയോഗോമേ നഹി സർവാത്മനാ ക്വചിത് യഥാ ഭൂതാനി ഭൂതേഷു കം വായു അഗ്നിർജലം മഹി തഥാഹം ച മനഃപ്രാണ ബോധേന്ദ്രിയ ഗുണാശ്രയ. ഇവിടെ ഭഗവാൻ പറഞ്ഞു, അല്ലയോ ഗോപികളെ, ഭവതിമാർക്ക് എന്നോട് വിരഹം ഒരു വിധത്തിലും സംഭവിക്കണില്ല. ഈശ്വരനിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സായിട്ടിരിക്കുന്നത്, ബുദ്ധിയായിട്ടിരിക്കുന്നത്, ശരീരമായിട്ടിരിക്കുന്നത്, പ്രാണനായിട്ടിരിക്കുന്നത് ഒക്കെ ഈശ്വരന്റെ അംശമാണ്. അത് ഈശ്വരൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈശ്വരന്റെ ആ ചൈതന്യം നമ്മുടെ ശരീരത്തിൽ സ്ഫുരിക്കുന്നത് കൊണ്ടാണ് മനസ്സിന് സങ്കല്പിക്കാനും ബുദ്ധിക്ക് ഉറപ്പിക്കാനും അതുപോലെ തന്നെ അതായത് ശരീരത്തിന് പ്രവർത്തിക്കാനും ഒക്കെ കഴിയുള്ളൂ. ആ ശരീരത്തിൽ നിന്ന് ജീവചൈതന്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം ശവമായിട്ട് മാറുകയല്ലേ. അപ്പൊ എല്ലാറ്റിനും എല്ലാ പ്രകാരത്തിലും, അതിപ്പോ ചരത്തിനും അചരത്തിനും ഒക്കെ എല്ലാറ്റിന്റെയും ഉള്ളിൽ ഈശ്വരനാണ്. ഇപ്പോ ഒരു പൂവ്, ആ പൂവിന്റെ ആ നിറം, അതുപോലെ തന്നെ അതിന്റെ സൗരഭ്യം, ഇതൊക്കെ ആയിട്ടിരിക്കുന്നത് ഭഗവാനാണ്.
അത് അത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ അതില്ല. ഈ ലോകം തന്നെ ലോകം ശരിക്കും പറഞ്ഞാൽ ശാസ്ത്ര ദൃഷ്ടിയാല് അത് ജഡമാണെന്നാണ് ശാസ്ത്രം പറയുക. പക്ഷെ നമുക്കത് സത്യമായിട്ട് നമുക്ക് തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ആ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് സത്യമായിട്ട് തോന്നുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, എന്നെ വിട്ട് ഈ ലോകത്തില് ആർക്കും നിലനിൽപ്പില്ല. കാരണം ഞാനാണ് ഈ ലോകത്തിന്റെ പദാർത്ഥങ്ങളുടെ രൂപത്തില് ഒക്കെ വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആ പഞ്ചഭൂതങ്ങളെ വിട്ടിട്ട് അതായത് പ്രപഞ്ച വസ്തുക്കൾക്കൊന്നും നിലനിൽപ്പില്ല. നമ്മള് സ്റ്റീല് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ആ സ്റ്റീലിനെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ പാത്രത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിന്റെ നാമോ രൂപമൊന്നുമില്ല, ഒക്കെ മാറും. അപ്പൊ ഇവിടെ ഇതുപോലെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടവയാണ് എല്ലാ ശരീരങ്ങളും. ഈ ആഭരണങ്ങൾക്ക് സ്വർണത്തെ വിട്ട് നിലനിൽപ്പില്ലാത്തതുപോലെ ജീവജാലങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ വിട്ടിട്ട് നിലനിൽപ്പില്ല. ആ ജീവജാലങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ആ പഞ്ചഭൂതങ്ങൾ പോലും ആത്മന്യേവാത്മനാത്മാനം സൃജേഹമനുപാലയേ ആത്മമായ അനുഭാവേന ബോധേന്ദ്രിയ ഗുണാത്മന. ആ പഞ്ചഭൂതങ്ങൾ പോലും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് ആത്മാവായിട്ടുള്ള എന്നിലാണ്. അപ്പോ ഭഗവാനിലാണ് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ശരീരം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത്. ആ പഞ്ചഭൂതങ്ങൾ പോലും, അതായത് എല്ലാ ശരീരങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള ഈ ജലം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി തുടങ്ങിയിട്ടുള്ള പഞ്ചഭൂതങ്ങൾ പോലും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത്. മായയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്, പ്രകൃതിയിൽ നിന്ന്. അപ്പൊ അത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് ആത്മാവിലാണ്. ഇവിടെ പറയുന്നു ഭഗവാൻ, നിങ്ങളുടെ ആ ബുദ്ധി, അതായത് ആ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള്, അതുപോലെ തന്നെ ഈ ബുദ്ധിയായിട്ടും മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ശരീരങ്ങളായിട്ടും ഒക്കെ തോന്നപ്പെടുന്നത് ആത്മാവായിട്ടുള്ള ഞാനാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാനെ വിട്ട് വേറെവിടെ ഒന്നുമില്ല. അപ്പൊ ശരീരമായിട്ടിരിക്കുന്നത്, അതുപോലെ ഇന്ദ്രിയങ്ങളായിട്ടിരിക്കുന്നത്, ബുദ്ധിയായിട്ടിരിക്കുന്നത്, മനസ്സായിട്ടിരിക്കുന്നത്, ഇതൊക്കെ ഭഗവാൻ തന്നെയാ. ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ലോകത്തിലൊന്നുമില്ല. അപ്പോ ആത്മാവായിട്ടുള്ള ഞാൻ തന്നെയാണ് ഈ പ്രകാരത്തിൽ ശരീരമായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും അതുപോലെ തന്നെ ബുദ്ധിയായിട്ടും ഒക്കെ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തോന്നലാണെന്നാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. ഇതൊന്നും സത്യമല്ല എന്ന് അറിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ തോന്നലാണ് എന്ന് പറയുന്നത്. ഒരു ഭ്രമം മാത്രം എന്നാണ്. ശരിക്കും ഈശ്വരനെ അറിഞ്ഞ ആൾക്ക് പിന്നെ ഈ ഭ്രമത്തിലൊന്നും അവര് പെടില്ല. അവരാ സച്ചിദാനന്ദത്തിൽ തന്നെ ഇരിക്കും. ഇവിടെ പറയണു, ഞാൻ എൻ്റെ മായയുടെ പ്രഭാവം കൊണ്ട്, എന്താ, ഈ മഹിമ കൊണ്ട് എന്നിൽ തന്നെ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, അവയുടെ ഗുണങ്ങളായിട്ടുള്ള ശബ്ദാദി വിഷയങ്ങള്, അതുപോലെ തന്നെ ഈ രൂപത്തില് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പോ ഭഗവാനിൽ തന്നെ ആ മായയുടെ പ്രഭാവം കൊണ്ട് ഭഗവാൻ തന്നിൽ തന്നെ ആ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, അവയുടെ ഗുണങ്ങളായിട്ടുള്ള ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഇതാണ് 5 തന്മാത്രകള്. അപ്പോ അതുപോലെ അതൊക്കെ ഈ ആ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളായിട്ടും അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടുള്ള ആ ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ രക്ഷിക്കുന്നതും അതുപോലെ സംഹരിക്കുന്നതും ആത്മാവായിട്ടുള്ള ഞാനാണ്. എന്നിലാണ് അതൊക്കെ നടക്കുന്നത്. പക്ഷെ ആത്മാവിന് ഈ പ്രപഞ്ച മായ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ആത്മാവ് ഇതിനൊക്കെ വ്യതിരിക്തനാണ്. ഇതിലൊന്നും ബന്ധമില്ലാത്ത ആൾ ഇതിനൊക്കെ സാക്ഷിയാണ്. ആത്മാവിന്റെ സ്വഭാവം എന്താണ്? അതാണ് പിന്നെ പറയുന്നത്, ആത്മാ ജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ അഗുണാന്മയ സുഷുപ്തി സ്വപ്ന ജാഗ്രത മായാവൃത്തി വിരീയതേ. അതായത് 47-ാമത്തെ അധ്യായത്തില് 29-ാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാന്റെ സന്ദേശം ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നു, ആത്മാവിന്റെ സ്വരൂപം ആത്മാ ജ്ഞാനമയ ശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയ സുഷുപ്തി സ്വപ്ന ജാഗ്രത മായാവൃത്തി വിരീയതേ. അതായത് ഈ ആത്മാവിന്റെ സ്വഭാവം ജ്ഞാനമാണ്, ജ്ഞാനസ്വരൂപനാണ് ആത്മാവ് എന്നാണ്.
അതായത് യാതൊരു തരത്തിലുള്ള മാലിന്യവും ബാധിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ബാധിക്കാത്ത സ്വഭാവമാണ് ആത്മാവിന്. ഒരു മാലിന്യവും മായയുടെ ഒരു തരത്തിലുള്ള മാലിന്യവും അതിനെ ബാധിക്കില്ല. അതുകൊണ്ട് അത് നിത്യശുദ്ധനാണ്. അതുപോലെ തന്നെ ഈ മായക്കതീതം പ്രകൃതിക്ക് അതീതനായിട്ട് വിളങ്ങുന്നു ആത്മാവ്. ആ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള സത്വം, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളോട് ആത്മാവിന് ബന്ധമില്ല. പക്ഷേ ഈ 3 ഗുണങ്ങൾ ആത്മാവിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുക. ആത്മാവിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഗുണങ്ങളുമായിട്ട് ആത്മാവിന് ബന്ധമൊന്നുമില്ല. അതായത് ഉറക്കം, സ്വപ്നം, ഉണർന്നിരിക്കല്, ഇതൊക്കെ ആ മായാവൃത്തി 3 തരത്തിലുള്ള അവസ്ഥകളിലൂടെ പ്രാജ്ഞൻ ഈ 3 തരത്തിലുള്ള ആ മായാവൃത്തികളാണ്. കാരണം ഇത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഉറക്കത്തിലൊരു അനുഭവം, അതുപോലെ സ്വപ്നത്തിൽ വേറൊരു അനുഭവം, അല്ലെങ്കിൽ ഉറക്കത്തിലൊരു അനുഭവം ഇല്ല, പിന്നെ ആ സ്വപ്നത്തിലൊരു അനുഭവം, ജാഗ്രതയിൽ വേറൊരു അനുഭവം ഉണർന്നിരിക്കുന്ന സമയത്ത്. അപ്പൊ ഈ 3 തരത്തില് ഈ ഉറക്കം, സ്വപ്നം, ഉണർന്നിരിക്കല് എന്നീ മായാവൃത്തികളിലൂടെ ഏകനായിട്ടുള്ള ആത്മാവ് തന്റെ അംശമായിട്ടുള്ള ആ അംശഭാവം കൊണ്ട് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ 3 അവസ്ഥകളില് ആ ജീവന് 3 തരത്തിലുള്ള പേര് കിട്ടുകയാണ്. അതായത് ഉറക്കത്തില് പ്രാജ്ഞൻ, അതുപോലെ സ്വപ്നത്തില് തൈജസൻ, ഉണർന്നിരിക്കുന്ന സമയത്ത് വിശ്വൻ. ഈ 3 രൂപത്തില് ജീവനായിട്ട് തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ് ഈ ആത്മാവ്. അപ്പൊ ആത്മാവ് തന്നെ ശരീരങ്ങളിൽ പ്രവേശിക്കുമ്പോൾ 3 അവസ്ഥകളില്, 3 പേരില്, 3 ഭാവത്തില് ആ ജീവനായി അനുഭവപ്പെടുകയാണ്. 3 ഭാവത്തിൽ അനുഭവപ്പെടുകയാണ്, തോന്നപ്പെടുകയാണ്. നോക്കൂ, ഈ 3 അവസ്ഥകള് കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങള് വികസിക്കുന്ന സമയത്ത് ജാഗ്രതാവസ്ഥ ഉണ്ടാകണോ? ഉണർന്നിരിക്കുന്നത് എപ്പോഴാ? ഇന്ദ്രിയങ്ങളും ഈ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ്, ആ ഉണർന്നിരിക്കുന്ന സമയത്താണ് ആ ഇന്ദ്രിയങ്ങൾക്ക് ലോകവുമായിട്ട് ബന്ധം. അപ്പോഴാണ് ഈ ജാഗ്രതാവസ്ഥ. ഇന്ദ്രിയങ്ങൾ അടങ്ങി മനസ്സ് വികസിക്കുമ്പോ ഈ സ്വപ്നം മനസ്സിലാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ? അതായത് ഏറ്റവും വേഗത കൂടെ ഈ മനസ്സിലാണ് കൂടുതൽ വേഗത. നമുക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് തന്നെ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വരാൻ 1 സെക്കൻഡ് മതി. അപ്പൊ അത് മനസ്സാണ് പോയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഈ മനസ്സ്, അതായത് ഈ മനസ്സ് വികസിക്കുമ്പോ, അല്ലെങ്കിൽ മനസ്സ് വികസിക്കുന്ന ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങിയിട്ട് മനസ്സ് വികസിക്കുന്ന സമയത്ത് സ്വപ്നം എന്ന അനുഭവം ഉണ്ടാവുകയാണ്. ഈ മനസ്സ് വികസിക്കുക എന്ന് വെച്ചാൽ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ വാസനകള് സൂക്ഷ്മ സ്വരൂപത്തില് മനസ്സിലുണ്ട്. അത് പതുക്കെ അങ്ങനെ പുറത്തേക്ക്, അതായത് വിജൃംഭിക്കുകയാണ് ഈ സ്വപ്നാവസ്ഥയിൽ. അതുകൊണ്ടാണ് നമ്മള് ഈ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരാളുമായിട്ട് സ്വപ്നത്തിൽ ചിലപ്പോൾ പരിചയപ്പെട്ടു എന്ന് വരാം. അതുപോലെ തന്നെ ഈ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആളെന്ന് വെച്ചാൽ ഈ ശരീരം കൊണ്ട് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറെ ഏതോ ശരീരത്തില് ഈ മനസ്സുമായിട്ട് ആ ആളുമായിട്ട് കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്, ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആ ഈ മനസ്സില് ആളെ കുറിച്ച് ഓർമ്മ വന്നതും അയാളുമായിട്ട് നമുക്ക് ആ സമയത്ത് ഒരു ബന്ധം ഉണ്ടാവാനും കാരണം. അപ്പൊ ഈ ശരീരം കൊണ്ട് ബന്ധമില്ല എന്നേ ഉള്ളൂ, ഈ മനസ്സുകൊണ്ട് ബന്ധമുണ്ട്. നോക്കൂ, നമ്മള് ഏതെങ്കിലും ദിക്കിൽ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് തോന്നും ഇവിടെയുള്ള ആളുകളുമായിട്ട് നല്ല പരിചയം, ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയുക. എന്താ അതിന് കാരണം? അതായത് ഈ ശരീരം കൊണ്ട് അവിടെ ആ സ്ഥലത്ത് ചെന്നിട്ടില്ല, പക്ഷെ ഈ മനസ്സുകൊണ്ട് വേറെ ഏതോ ശരീരത്തിൽ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. അതിന്റെ വാസന ഉള്ളിൽ സൂക്ഷ്മ രൂപത്തിൽ ഉള്ളത് കൊണ്ടാണ് ആ സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അപ്പൊ ഇതുപോലെ സ്വപ്നത്തിലും മനസ്സ് വികസിക്കുമ്പോ അപ്പൊ പൂർവജന്മ കർമ്മവാസനകള് സൂക്ഷ്മ രൂപത്തിൽ ആ ഉള്ളിലുണ്ട്, അത് വിജൃംഭിക്കുകയാണ്. അത് സ്വപ്നമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് കാണാത്ത ആളുകളായിട്ട് കണ്ടു എന്നും കേൾക്കാത്ത ആളുകളുമായി കേൾക്കാത്ത കാര്യങ്ങൾ കേട്ടു എന്നും അതുപോലെ തന്നെ ആ ദേശത്ത് ചെന്നു എന്നൊക്കെ തോന്നല് ആ മനസ്സിന്റെ പ്രഭാവം കൊണ്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് മനസ്സും അടങ്ങി, മനസ്സടങ്ങാതിരിക്കും, മനസ്സും അടങ്ങിയാൽ അവിദ്യ, അജ്ഞാനം മാത്രമാണ് പിന്നെ ശേഷിക്കുന്നത്. അതാണ് ഉറക്കം. ഈ ഉറക്കത്തില് നമ്മുടെയൊക്കെ അനുഭവം എന്താണെന്ന് നമുക്കറിയില്ല. അജ്ഞാനത്തിലാണ് ജീവൻ കിടക്കുന്നത് എന്നാണ്. ആ സമയത്ത് ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. ഇതാണ് ആ ഉറക്കം എന്ന ഭാവം. അപ്പൊ എന്ത് വേണം? ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങി ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാവായിട്ട് എന്നെ പ്രാപിക്കാം എന്നാണ് ഭഗവാൻ അവിടെ ഗോപസ്ത്രീകളോട് പറയണത്.
നമുക്കൊക്കെ ഒന്നുകിൽ ഈ ഉണർന്നിരിക്കുമ്പോ പലതിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ ചിന്ത, അല്ലെങ്കിലോ ചിന്ത ഇല്ലാതായാൽ ആ മനസ്സിൽ പിന്നെ നമ്മൾക്ക് ഉറക്കുക. ഇവിടെ ആ ചിന്തയും ഉറക്കും ഇല്ലാണ്ടാവണം എന്നാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങുമ്പോ ഉറക്കം എന്ന അവസ്ഥ ഇല്ലാതാകും. അതുപോലെ ആ ഇന്ദ്രിയങ്ങൾ അടങ്ങി ജാഗ്രതാവസ്ഥ ഇല്ലാണ്ടായി മനസ്സടങ്ങി ആ ഉറക്കത്തിനും അതീതമായിട്ട് ഉറക്കവും ഇല്ലാതായിട്ട് തീർന്നാല് നിങ്ങൾക്ക് ആത്മാവായിട്ട് എന്നെ പ്രാപിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ രണ്ട് ഭാവങ്ങൾ മനസ്സെന്ന് വിട്ടാൽ, അതായത് ആ ചിന്തകളെ വിടുക, ചിന്ത വിട്ടാൽ പിന്നെ അടുത്ത ഉറക്കം വരിക, ആ ഉറക്കത്തിനെയും നമ്മൾ ജയിക്കണം എന്നാണ്. ആ ഉറക്കത്തിനെയും ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാവുന്നത് ആത്മപ്രാപ്തിയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങി ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞാല് നിങ്ങൾക്ക് ആത്മാവായിട്ടുള്ള എന്നെ പ്രാപിക്കാൻ കഴിയും. ഉറങ്ങണത് അവിദ്യയില് മനസ്സ് അജ്ഞാനത്തിൽ ലയിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ഈ അജ്ഞാനത്തെ നശിപ്പിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ അവിദ്യയെ നശിപ്പിച്ചിട്ട് വേണം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ. ഇന്ദ്രിയങ്ങളും മനസ്സും പെട്ടെന്ന് അടങ്ങില്ല. നിരന്തരമായിട്ടുള്ള ആത്മചിന്ത കൊണ്ട് ആ അജ്ഞാനം നശിക്കുള്ളൂ. അങ്ങനെ നിരന്തരമായിട്ടുള്ള ആത്മചിന്തനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ഞാൻ ശരീരമാണെന്നുള്ള തോന്നലാണ് ഈ അജ്ഞാനം. അതിന് ഞാൻ ആത്മാവാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം എപ്പോഴും, അതായത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ, ഞാൻ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതിനൊക്കെ സാക്ഷിയായിട്ട് വിളങ്ങുന്ന ബ്രഹ്മം, ആത്മാവ്. അയം ആത്മാ ബ്രഹ്മ, അല്ലെ? ഞാൻ ആത്മാവാണ് എന്ന് നിരന്തരമായിട്ട് നമ്മൾക്ക് ചിന്ത വേണമെന്നാണ്. അപ്പൊ നിരന്തരമായിട്ടുള്ള ആത്മചിന്തനം കൊണ്ട് ഈ അജ്ഞാനം നശിക്കുള്ളൂ. വൈദിക കർമാനുഷ്ഠാനം, യോഗം, സാഖ്യം, സന്യാസം, അതുപോലെ തന്നെ തപസ്, ഇന്ദ്രിയ നിഗ്രഹം, ഈ സത്യം, ഇവ കൊണ്ടൊക്കെ സാധിക്കേണ്ടത് ഈ അജ്ഞാനം നശിച്ച് ഇന്ദ്രിയങ്ങൾ മനസ്സിലും മനസ്സ് ആത്മാവിലും അടങ്ങലാണ്. അപ്പൊ എല്ലാ സാധനങ്ങളുടെയും ലക്ഷ്യം എന്താണ്? ആത്മാവിനെ അറിയുക, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി ആ ആത്മാവിനെ അറിയലാണ്. എല്ലാ നദികളുടെയും ലക്ഷ്യം സമുദ്രമാണ്. അതുപോലെ ജീവന്റെ ലക്ഷ്യം മനസ്സ് ആത്മാവിൽ വിലയിക്കലാണ്. ആത്മാവിൽ ലയിച്ച പിന്നെ അവിടെ മനസ്സില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഞാന് നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിരന്തരം എന്നെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. ആ നിരന്തര സ്മരണ കൊണ്ട് നിങ്ങളുടെ മനസ്സ് എന്നിൽ ദൃഢമായിട്ട് ഉറയ്ക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് ഞാൻ മാറി നിന്നത്. അങ്ങനെയുള്ള അഖണ്ഡ ചിന്ത കൊണ്ടേ നിങ്ങളുടെ അജ്ഞാനം നശിച്ച് മനസ്സ് എന്നിൽ ലയിക്കുള്ളൂ. ഈ അകന്നിരിക്കുമ്പോഴുണ്ടാകുന്ന ആ സ്മരണയുടെ തീവ്രത അടുത്തിരിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ മറ്റെല്ലാ ചിന്തകളും അകറ്റി മനസ്സിനെ എന്നിൽ ഉറപ്പിച്ചാൽ കർമ്മവാസനകളൊക്കെ നശിച്ച് മനസ്സ് ആത്മാവിലടങ്ങി എന്നെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. നോക്കൂ, അതിന് ഉദാഹരണം നിങ്ങളുടെ അടിയിൽ തന്നെ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആരാ? ആ രാസലീലയില് പങ്കെടുക്കാൻ കഴിയാത്ത ആ ഗോപസ്ത്രീകള്, അതായത് രാസക്രിയയിൽ പങ്കെടുക്കാൻ തരപ്പെടാണ്ട് വന്നപ്പോ ആ ഗോപികള് കുറച്ചു നേരത്തെ ഉറച്ച ധ്യാനം കൊണ്ട് ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവായിട്ട് എന്നെ പ്രാപിച്ച മുക്തകളായിട്ട് തീർന്നു. ആ തീവ്ര ഭാവം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അകന്നു നിൽക്കുന്നത്. അപ്പൊ ആ ഒരു നിലയാണ് അതായത് അകന്നു നിൽക്കുന്ന സമയത്ത് നിരന്തരമായിട്ടുള്ള സ്മരണ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ മാറി നിന്നത് എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ ഈ സന്ദേശം കേട്ടതോടുകൂടെ കൃഷ്ണൻ ആത്മാവാണ് എന്നും അവർക്ക് ശ്രീകൃഷ്ണനിൽ നിന്ന് അവര് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കണില്ല എന്നും ബോധ്യം വന്നു. ഈ തിരമാലകള് സമുദ്രത്തെ എന്നതുപോലെ എല്ലാ ജീവന്മാരും, ഇപ്പൊ ഗോപികൾ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ സകല ജീവന്മാരായിട്ടുള്ള തങ്ങള് സച്ചിദാനന്ദ സമുദ്രമായിട്ടുള്ള കൃഷ്ണനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അതോടുകൂടെ അവരുടെ ദുഃഖം കുറച്ചു നേരത്തേക്ക് നീങ്ങുകയാണ്. ആ ദുഃഖമൊക്കെ നീങ്ങിയെന്നാണ്. എന്നിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ഈ ഉദ്ധവനോട് പറയുന്നത്. അതായത് കംസനെ കൊന്നത് നന്നായി, ഇപ്പോ ആ കംസനെയൊക്കെ കൊന്ന് ആ സമ്പത്തുകളൊക്കെ നേടിയിട്ട് കൃഷ്ണൻ ബന്ധുക്കളോട് കൂടിയിട്ട് സുഖമായിട്ട് കഴിയുന്നില്ലേ? അപ്പൊ കഴിയുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്.
കൃഷ്ണന് സുഖമായ ഞങ്ങൾക്ക് സുഖമാണ് എന്നതാണ് അവരുടെ അവസ്ഥ എന്നാണ്. അപ്പൊ കൃഷ്ണന് സുഖാണ്. ആ കൃഷ്ണൻ എപ്പോഴെങ്കിലും ഞങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ തമാശയായിട്ടെങ്കിലും ഞങ്ങളെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നോക്കൂ, ആ രാസക്രീഡാ സമയത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച അനുഗ്രഹം അത് എപ്പോഴെങ്കിലും കൃഷ്ണൻ ആ മധുരയിലെ നാരിമാരുമായിട്ട് അല്ലെ മധുരാ സ്ത്രീകളുമായിട്ട് പറയാറുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോ ആ കൃഷ്ണൻ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങോട്ട് വരൂ, അതൊന്നും ഞങ്ങൾക്ക് അറിയണം. ഞങ്ങൾക്ക് മറ്റാഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? ആ മരിക്കുന്നതിന്റെ മുമ്പ് കൃഷ്ണനെ ഒന്ന് കാണണം എന്ന ഒരു ഭാവം. നമുക്ക് എത്രയൊക്കെ ഈ ആത്മഭാവം ഉറച്ചാലും ഇതാണ് ഈ ആ ഭക്തിയുടെ പ്രത്യേകത എന്നാണ്. എത്രയായാലും ഭഗവാനെ അപ്പുറത്ത് നിന്ന് സേവിക്കുക. അതുകൊണ്ടാണ് ഈ പൃഥുമഹാരാജാവ് പ്രാർത്ഥിച്ച സമയത്ത് പൃഥുമഹാരാജാവിനോട് ഭഗവാൻ ചോദിക്കുന്നത് എന്ത് വരം വാണിച്ചാലും ചോദിച്ചോളൂ. അപ്പൊ പറഞ്ഞ വിവരമുള്ള ആളുകൾ ആരെങ്കിലും ഭഗവാനെ അങ്ങയോട് വരം ചോദിക്കുമെന്ന്. എന്താ അത്? വരം എന്നൊക്കെ വെച്ചാൽ രണ്ട് ഗ്രൂപ്പിലാ പെടുക. ഒന്ന് ഈ ലോകപദാർത്ഥങ്ങള്. ഈ ലോകപദാർത്ഥങ്ങളുടെ സ്വഭാവം നരകത്തിൽ ചെന്നാലേ സുഖമായിട്ട് കിട്ടും. അപ്പൊ പിന്നെ അത് ഭഗവാനോട് ചോദിക്കേണ്ട കാര്യമില്ല. രണ്ടാമത് മോക്ഷമാണ്. അത് ഭഗവാന്റെ കയ്യിൽ മാത്രം ഉള്ളതാ അനുഭവമാണ്. പക്ഷെ ഭഗവാനെ എനിക്ക് മോക്ഷം ആവശ്യമില്ല. എന്താ കാരണം? ഈ മോക്ഷത്തില് ഞാനാകുന്ന ജീവൻ ആത്മാവായിട്ടുള്ള അങ്ങയിൽ ലയിച്ച് ഒന്നാകുകയാണ്. അതുകൊണ്ടോ അവിടെ ആ സുഖം അനുഭവിക്കാൻ വേറൊരാളില്ല. എനിക്ക് മോക്ഷവും വേണ്ട. പിന്നെയോ ഭക്തി. ഭഗവത് ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് ഭഗവത് കഥകൾ ഇങ്ങനെ കേൾക്കുക, ആ അമൃത സമുദ്രത്തിൽ ഇങ്ങനെ ആറാടുക. അതുകൊണ്ടാണ് അവരെ ഈ ആത്മഭാവം ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടും പിന്നെ അവർ പറയുന്നത് കൃഷ്ണനെ ഒന്ന് കാണണം, എപ്പോഴെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ, ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരുമോ, അത് മാത്രം എന്താണ്, അത് മാത്രമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവരാ ഉദ്ധവനോട് ചോദിക്കുന്നത്. അപ്പൊ നോക്കൂ, ഈ തരത്തില് ഭഗവാന്റെ അതായത് സന്ദേശം കിട്ടിയതോട് കൂടിയിട്ടാണ് കുറച്ചു നേരത്തേക്കെങ്കിലും അവര് പിന്നെ അവര് ആ ചിന്തയിൽ നിന്ന് വിടുന്ന സമയത്ത് അവർക്ക് കൃഷ്ണൻ വേറെയാണെന്ന് തോന്നുന്നുണ്ട്. ചിന്തിക്കുന്ന സമയത്തോ അവർക്ക് അതാണ് പറഞ്ഞത്, ആ നിരന്തരമായിട്ടുള്ള ആത്മചിന്തനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് ആ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സ് ആത്മാവില് ഉറയ്ക്കുള്ളൂ. അപ്പൊ ഈ തരത്തില് ആ ജ്ഞാനം ഉണ്ടാവണം നമുക്ക്. എങ്കില് അപ്പൊ ആ ഗോപികള് അനുഭവിച്ചതുപോലെ, അതുകൊണ്ടാണ് ഭക്തിയുടെ ഉദാഹരണം പറയുമ്പോ ആ വ്രജഗോപിമാരെ പോലെ എന്നാണ് നാരദ മഹർഷി ഭക്തി സൂത്രത്തിൽ പറയുക. കാരണം അവർക്ക് കൃഷ്ണനെ അനുഭവിക്കാനുള്ള ആ വാഞ്ഛന അല്ലെങ്കിൽ ആ തീവ്രത, ആഗ്രഹം, അത് അവർക്ക് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല എന്നാണ്. അങ്ങനെ കൃഷ്ണനെ അനുഭവിക്കണം എന്നുള്ള ആ ഗോപികളുടെ മനസ്സിന്റെ ഭാവം. അതുകൊണ്ടാണ് ആ ഗോപികളെ ഉദാഹരണമായിട്ട് ഭക്തിക്ക് ഉദാഹരണമായിട്ട് കാണിച്ചത് എന്നാണ്. അപ്പൊ ഈ തരത്തില് ആ സന്ദേശം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒന്ന് പറഞ്ഞത് എന്നാണെങ്കിൽ, അന്ന് പറഞ്ഞ സമയത്ത് അത് ഈ യൂട്യൂബില് അത് കുറച്ച് ഇല്ലാണ്ട് പോയി എന്നാണ്. അത് എന്തോ ഒരു സാങ്കേതിക തകരാറ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതില് പ്രതിഫലിച്ച് കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് ഒന്നും കൂടെ പറയാണ്ട് ഇവിടെ ഞങ്ങൾ, കാരണം ഗോപികൾക്ക് ഈ ആത്മജ്ഞാനം കിട്ടാണ്ട് അവർക്ക് ലക്ഷ്യത്തിലെത്തി ഇത് പറയാണ്ട് അങ്ങോട്ട് ലക്ഷ്യത്തിലെത്തി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവാന്റെ ഈ സന്ദേശം ശരിയായിട്ട് ഗോപികൾ മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് അവർക്ക് താൻ ആത്മാവാണ് എന്നുള്ള തോന്നല്, ആ ആത്മാവായിട്ടുള്ള കൃഷ്ണനും ഞങ്ങളും രണ്ടല്ല എന്നുള്ള ആ ഭാവത്തിലെത്താനും ദുഃഖത്തെ അതിവർത്തിക്കാനും കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ ദുഃഖം ഇല്ലാണ്ടാവണമെങ്കിൽ ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ആ ഭാവം, ആ മാനസികമായിട്ട് നമ്മൾ നിരന്തരം അതിനെ തന്നെ സ്മരിച്ച് ആ മനസ്സിൽ ഉറപ്പിക്കണം. അത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പൊ പിന്നെ നമുക്ക് ബാഹ്യമായിട്ട് നോക്കൂ, ബാഹ്യമായിട്ട് നമുക്ക് ദുഃഖം വരുമ്പോഴും ദുഃഖം വരാതിരിക്കൊന്നുമില്ല. കർമ്മഫലമാണ്, പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് സുഖദുഃഖങ്ങള്. അപ്പൊ അത് അനുഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ അതില് വരുന്ന അതായത് സുഖത്തിൽ സന്തോഷിക്കൂല്ല, ദുഃഖത്തിൽ ദുഃഖിക്കൂല്ല എന്നാണ്. ആഹ്ലാദമോ വിഷാദമോ ഉണ്ടാവില്ല. അതിന് രണ്ടിനെയും ഒരേ നിലയില് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നുണ്ടല്ലോ ഗീതയില്. അപ്പൊ ആ നിലയിൽ ഇപ്പോ മഹാബലി ത്രൈലോക്യം കിട്ടിയ സമയത്ത് ആ ത്രൈലോക്യം മുഴുവൻ തന്റെ കയ്യിൽ നിന്ന് ഭഗവാൻ വന്ന് അപഹരിച്ചെടുത്ത സമയത്തും തുല്യ നിലയിലെ ആ മഹാബലിയുടെ നിൽപ്പ്. സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ അവിടെ പറയുക. ആ മനസ്സിനെ ആ രണ്ടിലും അത് കിട്ടിയ സമയത്തും അത് പോയ സമയത്തും മനസ്സിൽ യാതൊരു പരിഭ്രമവും ഇല്ല എന്നാണ്.
ഏതൊക്കെ തരത്തിലുള്ള പരീക്ഷണങ്ങളെ മഹാബലിയിൽ ഭഗവാൻ ചെയ്തു, അതിനെയൊക്കെ നേരിട്ടു മഹാബലി. ആ മനസ്സിനെ സമനിലയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ട്. അപ്പൊ സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനെ ആ ഒരേ ഭാവത്തിൽ നിലനിർത്താനുള്ള കഴിവ് ആ ഒരു നില വേണമെന്നാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ആത്മഭാവത്തിലേക്ക് എത്താനായിക്കൊണ്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോ ആ ഭഗവാൻ കുബ്ജയെ അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ നമ്മൾ ഇന്നലെ കേട്ടു. അതുപോലെ അക്രൂരന്റെ ഗൃഹത്തിലേക്ക് പോയി അക്രൂരന്റെ സ്തുതി അല്ലെ, അക്രൂരനെ വേണ്ടതുപോലെ ഭഗവാനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ചു, പൂജിച്ചു. അക്രൂരന് ഭഗവാൻ ആത്മാവാണെന്നുള്ള ആ തത്വമൊക്കെ ശരിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ എല്ലാം ഭഗവാൻ തന്നെയാണ്. അതായത് തൻ്റെ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത് ആ എല്ലാറ്റിനും കാരണഭൂതനായിട്ടുള്ള ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്. എന്താ അവിടെ മനസ്സിലാക്കിയത്? അതായത് പറഞ്ഞു കൊടുത്തത്, അതായത് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പ്രപഞ്ച വസ്തുക്കളില് പഞ്ചഭൂതങ്ങൾ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നത് പോലെ ആത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ്, എല്ലാറ്റിനും കാരണഭൂതനായിട്ടുള്ള ഭഗവാനാണ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ഭൂതഭൗതികങ്ങളില് പല സ്വരൂപങ്ങളിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ കല്ലായിട്ടിരിക്കുന്നതും മണ്ണായിട്ടിരിക്കുന്നതും പുണ്ണായിട്ടിരിക്കുന്നതും ഒക്കെ ആത്മാവ്. അപ്പൊ അവിടെ ആ ഭേദഭാവന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ ക്രൂരം എത്തുകയാണ്. ആ ഭഗവാൻ ഈ അതായത് രജസ്, സത്വം, തമസ് എന്ന 3 ഗുണങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ നടത്തണു. ആ ജ്ഞാനസ്വരൂപനായതുകൊണ്ട് ഭഗവാന് ഈ ഗുണങ്ങളോടോ അവയിലൂടെയുള്ള കർമ്മങ്ങളെ കൊണ്ടോ ആ ഭഗവാന് ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അതിൽ ബദ്ധനായിട്ട് തീരുന്നുമില്ല. ഈ ദേഹം, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഈ ഉപാധികളൊക്കെ മിഥ്യയാണ്, വെറും തോന്നല് മാത്രമാണ്. അതായത് കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നുന്നത് പോലെ. മരണങ്ങൾക്കൊക്കെ അതീതനായി പ്രവർത്തിക്കുന്ന ആളാണ്. അവിടത്തേക്ക് ഭേദഭാവനയൊന്നുമില്ല, അജ്ഞാനം കൊണ്ടാണ് അതൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അക്രൂരൻ സ്തുതിക്കുന്നത്. അക്രൂരന്റെ പ്രാർത്ഥന എന്താണ്? ശരിക്ക് ഈ പുത്രൻ, ഭാര്യ, ധനം, ബന്ധുക്കള്, ഗൃഹം, ശരീരം ഇവയൊക്കെ എന്റേതാണെന്നുള്ള തോന്നലിന് കാരണമായിട്ടുള്ള മായ, ആ മായയെ അകറ്റിയിട്ട് എന്നെ രക്ഷിക്കണേ, അപ്പൊ മായാബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നാണ്. ഇതൊക്കെ മായയാണ്, അതെന്നൊക്കെ നിവർത്തിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് എന്നാണ്. അപ്പോഴാണ് ഭഗവാൻ അക്രൂരനെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ അക്രൂരനോട് പറഞ്ഞു, അങ്ങ് ഹസ്തിനാപുരം കൊട്ടാരം വരെ ഒന്ന് പോകണമെന്നാണ്, ഞങ്ങളുടെ ദൂതനായിട്ട്, മധുരയിൽ നിന്നുള്ള ദൂതനായിട്ട് എന്നാണ്. അവിടെ പാണ്ഡവന്മാരെ കൗരവന്മാര് പലതരത്തിലും ഉപദ്രവിക്കുന്നതായിട്ട് കേട്ടു. അതിന്റെ വാസ്തവ സ്ഥിതി എന്താണെന്ന് അവിടെ താമസിച്ച് അത് മനസ്സിലാക്കണം. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കിയാൽ ഈ പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ 100% അതിലുള്ള സത്യം പുറത്തേക്ക് കൊണ്ടുവരാനൊന്നും കഴിയില്ല. അവരവരുടെ ബുദ്ധിക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നു. ഇത് നേരിട്ട് ചെന്ന് അവിടെ താമസിച്ച് ആ പാണ്ഡവന്മാര് കൗരവന്മാരിൽ നിന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വേണം ആ രാജാവിനെ ഒന്ന് ഉപദേശിക്കുക എന്നാണ്. ഇന്നത്തെ രാജാക്കന്മാര് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുക, ഇപ്പൊ ഒക്കെ അങ്ങനെയാണല്ലോ അവിടെ. എന്നിട്ട് അത് എവിടെ എത്തില്ല. അപ്പൊ ഇവിടെ ഈ തരത്തില് പിന്നെ ഇവിടെ അക്രൂരനെ ആ ദൂതനായിട്ട് ഗോകുലത്തിലേക്ക്, അതായത് ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. അക്രൂരൻ ഹസ്തിനാപുരം കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇനി ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് 49-ാമത്തെ അധ്യായത്തില് നമ്മുടെ ഇന്നത്തെ ചിന്തിക്കേണ്ട വിഷയമായിട്ടിരിക്കുന്നത് എന്നാണ്. അതായത് ഇവിടെ ആ അക്രൂരൻ ശ്രീ ശുകമഹർഷി പറയുന്ന സഗത്വാഹസ്തിനപുരം പൗരവേന്ദ്രേശോങ്കിതം ദദർശ തത്രാംബികേയം സഭീഷ്മം വിതുരം വൃഥാം സഹപുത്രം ജാഭീകം ഭാരദ്വാജം സഗൗതമം കർണം സുയോധനം ദ്രൗണീം പാണ്ഡവാൻ സുഹൃതോപരാൻ. ഇവിടെ അക്രൂരൻ ഹസ്തിനാപുരത്ത് ചെന്നു. ധൃതരാഷ്ട്ര മഹാരാജാവ്, ഭീഷ്മര്, ദ്രോണര്, വിതുരര്, അതുപോലെ കുന്തി, പിന്നെ സോമദത്തൻ, ബാൽഹീകൻ, കൃപര്, കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ്, പാണ്ഡവന്മാര് എന്നിവരെയും മറ്റു ബന്ധുക്കളെയൊക്കെ കാണുകയാണ്. ആ ബന്ധുക്കളോട് ആ അക്രൂരൻ അതുപോലെ വേണ്ടതുപോലെ കുശലങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ എന്നാണ്. യഥാവത് ഉപസംഗമ്യ ബന്ധുവിർ ഗാന്ധിനി സുധ സംപൃഷ്ടസ്ഥയെ സുഹൃൽ വാർത്താം സ്വയം ചാവൃച്ചതവ്യയം. അക്രൂരൻ വന്ന വിവരം അറിഞ്ഞപ്പോ ബന്ധുക്കളൊക്കെ വന്നു, അവരോടൊപ്പം അക്രൂരനും ചേർന്നു. അവര് ആ ബന്ധുക്കളായിട്ടുള്ള
യാദവന്മാരുടെ കുശലങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ കുരുവംശത്തിലുള്ള ഈ ഹസ്തനാപുരത്ത് താമസിക്കുന്ന ആളുകള്. അക്രൂരൻ തിരിച്ച് യാദവന്മാരായിട്ടുള്ള ഇവരുടെ ആ മധുരയിലെ ആളുകളുടെ സുഖവും ക്ഷേമത്തെ കുറിച്ചും ഒക്കെ, അതായത് മധുരയിലുള്ള യാദവന്മാരെ കുറിച്ച് ഇപ്പോ ആ ഹസ്തനാപുരത്തിലുള്ള ആളുകൾ ചോദിക്കുക. അപ്പൊ അക്രൂരൻ അവരുടെ ക്ഷേമമൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കും ക്ഷേമമല്ലേ എന്നാണ് അക്രൂരൻ ഇവരോട് ചോദിക്കുന്നത്, ആ കുരുവംശത്തിൽപ്പെട്ട ഹസ്തനാപുരത്തിലുള്ള ആളുകളോട് എന്നാണ്. അങ്ങനെ അക്രൂരൻ അവരുടെ ക്ഷേമത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഇപ്പോ ആ ദുഷ്ടപുത്രന്മാരുടെ ഉപദേശത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഭാവത്തെ കുറിച്ച് അവരൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. കുറച്ചു മാസം അത് കാണാൻ, അതിനറിയാം, അതിന്റെ വാസ്തവസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ താമസിക്കുക. ഉപാസ കതിജിൻ മാസാൻ രാജ്ഞോ വൃത്തവിവത്സയ ദുഷ്പ്രജസ്യ അല്പസാരസ്യ ഖലചന്ദാനവർത്തിന. ഇവിടെ ആ 2 മാസക്കാലം ഹസ്തിനാപുരം കൊട്ടാരത്തില് അത് മനസ്സിലാക്കാനായിട്ട് ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പെരുമാറ്റ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിക്കുകയാണ് ഹസ്തിനാപുരത്തില് അക്രൂരൻ. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ പാണ്ഡവന്മാരുടെ പ്രഭാവത്തെ കുറിച്ച് നാട്ടുകാർക്കുണ്ടായിട്ടുള്ള മതിപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ്. തേജവോജോ ബലം വീര്യം പ്രശറയാദീം ച സദ്ഗുണാൻ പ്രജാനുരാഗം വാർത്തേഷു ന സഹത്തിചികിത്സിതം കൃതം ധാർത്തരാഷ്ട്രൈ ഗരധാനാദ്യപേശലം ആജക്യോ സർവമേവ അസ്മൈ പിതാ ഹൃദാ വിദുര ഏവജ. അതായത് ആ കുന്തിപുത്രന്മാരെ പാണ്ഡവന്മാർ 2 മാസം അവിടെ താമസിച്ചതിൽ നിന്ന് പാണ്ഡവന്മാരോടുള്ള നാട്ടുകാരുടെ സ്നേഹം, അവർക്ക് ആ പാണ്ഡവന്മാരോടുള്ള ആദരവ് ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. അപ്പൊ ഇങ്ങനെ നാട്ടുകാർക്ക് ആ പാണ്ഡവന്മാരോടുണ്ടായിട്ടുള്ള സ്നേഹവും ആദരവും കണ്ടിട്ടാണ് അസൂയാലുവായിട്ടുള്ള ദുര്യോധനൻ ഭീമനെ വശം കൊടുത്തതും അതുപോലെ കൊല്ലാൻ നോക്കിയതും. ഇതൊക്കെ ആ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ഏതൊക്കെ വിധത്തിലാണ് അവര് ശ്രമിച്ചത് അല്ലെ? വശപ്പെടുത്ത് കൊല്ലാൻ നോക്കി, അരക്കല്ലത്തിലിട്ട് ചുട്ടു കൊല്ലാൻ നോക്കി, ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ നിന്നാണ്. പിന്നെ അപമാനിക്കാൻ, അതായത് സഭയിൽ വെച്ച് അപമാനിക്കാൻ നോക്കി. ഈ വിവരങ്ങളൊക്കെ ആ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ വിതുരനിൽ നിന്നും കുന്തിദേവിയിൽ നിന്നും അക്രൂരൻ ശരിയായിട്ടൊക്കെ മനസ്സിലാക്കിയെന്നാണ്. അങ്ങനെ അവരെ പറഞ്ഞു കൊടുത്തു, ഇന്നത്തെ പ്രകാരത്തിലാണ് ഞങ്ങളിപ്പോ ഇവിടെ ഈ കൗരവന്മാരുടെ ഇടയിൽ കഴിയുന്നത്, വല്ലാത്ത ദ്രോഹമാണ് ഞങ്ങളോട് ചെയ്യുന്നത് എന്നാണ്. ആ കുന്തിദേവി ഇത് പറയുമ്പോ പ്രതാതു ഭ്രാതരം പ്രാപ്ത അക്രൂരം ഉപസൃത്യതം ഉപാച ജന്മനിലയം സ്മരന്തി അശ്രൂകലേക്ഷണ. കുന്തി ശരിക്ക് ഈ അക്രൂരൻ കുന്തിയുടെ വളഞ്ഞ വഴിയിൽ ഒരു സഹോദരനായിട്ട് വരും. ആ സഹോദരനായതുകൊണ്ട് ആ സഹോദരൻ വന്നിരിക്കുന്നു എന്ന് കേട്ടപ്പോ തന്നെ അടുത്തേക്ക് ചെന്നു. ആ ജന്മസ്ഥലമായിട്ടുള്ള അതായത് മധുരയെ കുറിച്ചൊക്കെ ഓർത്തിട്ട് ആ കണ്ണുകളൊക്കെ നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് പറയുകയാണ്, അതെ ആ അഭിസ്മരന്തിന സൗമ്യ പിതരോ ഭ്രാതരച്ചമേ ഭഗിന്യോ ഭ്രാതൃപുത്രാച്ച ജാമയ സഖ്യേവജ. അപ്പൊ ഇവിടെ അക്രൂരനെ കണ്ട കുന്തിദേവി തന്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരാപുരിയെ ഓർമ്മിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി പറയുകയാണ്, അല്ലയോ സഹോദര, അച്ഛനും അമ്മയും സഹോദരന്മാരും സഹോദരിമാരും അവരുടെ പുത്രന്മാരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? അവരൊക്കെ എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് കുട്ടിക്കാലത്ത് തന്നെ കുന്തിയെ പോലെ ദുഃഖം അനുഭവം. അതുകൊണ്ടാണ് ഈ ഭാഗവതത്തില് തുടക്കത്തിൽ തന്നെ കുന്തിയെ കൊണ്ട് സ്തുതിപ്പിക്കണം. എന്താ കാരണം? ശരിക്കും ആ കുന്തിയെ പോലെ ദുഃഖം അനുഭവിച്ച ഒരാള് ലോകത്തിൽ വേറെ ഉണ്ടാവില്ല. നമുക്കൊക്കെ ദുഃഖം വരുമ്പോ ഈ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കണം. അതിനാണ് നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ. എന്താ, ജനിച്ച ഉടനെ തന്നെ കുന്തി ഭോജന് ദത്തു കൊടുത്തു. ഈ പ്രധാനായിരുന്നു കുന്തിയുടെ പേര്. ആ ശൂരന് മാരിഷയിൽ ഉണ്ടായിട്ടുള്ള പുത്രിയാണ്. ആ ഉണ്ടായ ഉടനെ കുന്തി ഭോജന് ദത്തു കൊടുക്കുക. അപ്പൊ ജനിച്ച ഉടനെ തന്നെ സ്വന്തം അച്ഛനമ്മമാരുടെ സ്നേഹവാത്സല്യങ്ങളോ ലാളന പോഷണങ്ങളോ ഒന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ആ വളർത്തച്ഛന്റെ വീട്ടിലാണ്, കുന്തി ഭോജന്റെ നാട്ടിലാണ് പിന്നെ കഴിയുന്നത്. അവിടെ വെച്ച് അച്ഛന്റെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴാണ് ആ ദുർവാസാവിനെ ഒന്ന് ശുശ്രൂഷിക്കാൻ സന്ദർഭം കിട്ടിയത്. കഴിച്ചുകൂട്ടാൻ വലിയ പ്രയാസമാണ് അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ കുന്തിയുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അദ്ദേഹം ഒരു വരം കൊടുക്കുകയാണ്. ആ വരം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു മന്ത്രോപദേശം കൊടുക്കുകയാണ്. ആ മന്ത്രം 5 തവണ ജപിക്കാം. ഏതൊരു ദേവനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ ദേവൻ അവിടെ എത്തും. ആ ദേവനിൽ നിന്ന് ഉത്കൃഷ്ടന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവും എന്നൊക്കെയാണ് വരം എന്നാണ്.
അങ്ങനെ ദുർവാസാവ് അവിടെ നിന്ന് പോയി എങ്കിലും പോയി. പക്ഷെ കുന്തിക്കാണിച്ചാലോ ഈ മന്ത്രം ഫലിക്കുമോ എന്നൊന്ന് അറിയണം. അതിനെന്താ, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ആ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി, സൂര്യനെ മനസ്സിൽ കണ്ടുകൊണ്ട് മന്ത്രം ജപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ അവിടെ എത്തുന്നത്. അവിടെ വെച്ച് പിന്നെ ആ സൂര്യനിൽ ഒരു പുത്രൻ അല്ലെങ്കിൽ ഗർഭം ധരിക്കുകയാണ് സൂര്യനിൽ നിന്നാണ്. നമുക്ക് വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ച എന്തായിരിക്കും സ്ഥിതി അവസ്ഥ? ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ പണ്ടത്തെ കാലം. ഇത് ഒരു ദാസി ഒഴികെ വേറെ ആരും അറിഞ്ഞില്ല എന്നാണ്. അങ്ങനെ ആ പ്രസവിച്ച ഉടനെ തന്നെ ആ ദാസിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്, ഒരു പെട്ടിയിലാക്കിയിട്ട് ആ കുഞ്ഞിനെ ആ നദിയിൽ ഒഴുക്കുകയാണ് എന്നാണ്. ഈ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് കർണൻ. ആ കർണൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാണ്ഡു വിവാഹം കഴിക്കുന്നത്. പാണ്ഡു വിവാഹം കഴിച്ച് പാണ്ഡുവിനാണെച്ചാല് ഭാര്യമാരെ തൊടാൻ പാടില്ല, അങ്ങനെ ഒരു ശാപമുണ്ട്, കിന്തിമ മഹർഷി ശപിച്ചതാണെന്നാണ്. അപ്പോ ഇവിടെ ഈ പുത്രനാണെച്ച മൂത്ത പുത്രൻ അതിനെ നദിയിൽ ഒഴുക്കി എന്നാണ്. അതിന് അതിരഥൻ എന്ന സൂതനെ കിട്ടുകയാണ്. പിന്നെ ആ സൂതൻ പിന്നെ അത് ഈ വളർത്തുന്നുണ്ട് ആ കുട്ടിയെ, കർണനെ. എന്നിട്ടോ അത് ദുര്യോധന്റെ ആത്മമിത്രമായിട്ടാണ് കർണൻ മാറുന്നത് എന്നാണ്. നോക്കൂ, കുന്തി തന്റെ പുത്രന്മാർ ഒരു വശത്ത്, തന്റെ തന്നെ മൂത്ത പുത്രൻ ആ ശത്രുപക്ഷത്ത്. എങ്ങനെ ഉണ്ടാവും ആ കുന്തിയുടെ മാനസിക നില? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഇവർ തമ്മില് വഴക്കം, അതായത് തമ്മിൽ തല്ലുമൊക്കെയാ. അതിൽ അപ്പുറത്ത് നിൽക്കുന്നത് തന്റെ പുത്രനാണ്, ഇപ്പുറത്ത് നിൽക്കുന്നത്. അപ്പൊ സ്വന്തം മക്കൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് ഏതൊരു അമ്മയ്ക്കാണ് കണ്ടു നിൽക്കാൻ പറ്റുക? ആ കുന്തിയുടെ മാനസിക നില ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എന്നാണ്. ഇതൊക്കെ കുന്തിയുടെ സ്ഥാനത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണ് വെച്ചാൽ അതിൽ വലിയ ചില ആളുകളൊക്കെ പറയുന്നത് ഈ കർണൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അപകടമൊന്നുമല്ല. കുന്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുകയാണ് വെച്ചാൽ അത് അപകടമൊന്നുമല്ല. അത് ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് എന്നാണ്. അപ്പൊ എപ്പോഴും ആ ഭാവത്തിൽ. അപ്പൊ അങ്ങനെ കുട്ടിക്കാലം മുതൽ തന്നെ കുന്തി കഷ്ടപ്പാട് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. ഇവിടെ പാണ്ഡു വിവാഹം കഴിച്ച് ഇവിടെ വന്നു, അതിരഥനാണ് പാണ്ഡു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഭർത്താവിൽ നിന്ന് വേണ്ട സുഖങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയില്ല ശാരീരികമായിട്ട്. അപ്പോഴാണ് പിന്നെ പാണ്ഡുവിന്റെ അതായത് സമ്മതത്തോട് കൂടിയിട്ട് ദേവന്മാരെ ആവാഹിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ ഈ അതായത് ധർമ്മപുത്രരും ഭീമസേനനും അർജുനനും. അപ്പോഴാണ് മാതൃക്കും വേണം പുത്രന്മാരെന്നുള്ള തോന്നല്. അപ്പോഴോ ഇനി ഒരു തവണയെ അതായത് ജപിക്കാൻ പറ്റുള്ളൂ. ആ മന്ത്രോപദേശം കുന്തി മാതൃക്ക് കൊടുത്തു. അതില് ദേവന്മാരിലെ ഇരട്ടകളായിട്ടുള്ള അശ്വിനി ദേവന്മാരെ ആവാഹിച്ച മന്ത്രം ജപിച്ചതിന്റെ അടിസ്ഥാനത്തില് മാതൃക്ക് 2 പുത്രന്മാര്, നകുലൻ, സഹദേവൻ എന്നാണ് ഈ 5 പേര്. പിന്നെ പാണ്ഡു മരിക്കുക. ഈ 2 കുട്ടികളെ കുന്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് മാതൃ എന്താ പറഞ്ഞത്? അതെ, ഞാൻ ഭർത്തലോകത്തേക്ക് പോവുകയാണ്. ഈ കുട്ടികളെ ജ്യേഷ്ഠത്തി എന്നെ, കാരണം ജ്യേഷ്ഠത്തിയുടെ കുട്ടികളെ എനിക്ക് പരിപാലിക്കാൻ വിഷമമാണ്. കാരണം ഞാൻ അത് 2ആയിട്ടേ കാണുള്ളൂ. ഇവിടെ ജ്യേഷ്ഠത്തിക്കാണ് 2 എന്നുള്ള ഭാവമില്ല. അപ്പൊ എന്റെ കുട്ടികളെ ജ്യേഷ്ഠത്തിയുടെ പുത്രന്മാരെ പോലെ തന്നെ കാണും, അതിൽ ഭേദഭാവന ഉണ്ടാവില്ല എന്നറിഞ്ഞ് മാതൃ കുന്തിയെ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ പോണത്. പിന്നെ സ്വന്തം പുത്രന്മാരെക്കാളും വാത്സല്യത്തോട് കൂടിയിട്ടാണ് ആ മാതൃപുത്രന്മാരെ കുന്തിദേവിയും ധർമ്മപുത്രരും കൂടി വളർത്തുന്നത് എന്നാണ്. എപ്പോഴും ധർമ്മപുത്രരോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, ആ ദുഃഖം ഒരിക്കലും അനുഭവിക്കുക. നിങ്ങൾക്ക് അമ്മയെങ്കിലും ഉണ്ട്, ഇവിടെ അവർക്ക് അച്ഛനും ഇല്ല അമ്മയില്ല, ആ ദുഃഖം അവരനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അച്ഛന്റെ സ്ഥാനത്ത് ധർമ്മപുത്രരുണ്ടാവണം, അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട് എന്ന ഭാവത്തിലാണ്. അപ്പൊ ആ നിലയില് എത്ര ദുഃഖങ്ങളാണ് കുന്തിയുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അവരൊക്കെ എന്നെ ഓർക്കണുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഭ്രാത്രേയോ ഭഗവാൻ കൃഷ്ണ ശരണ്യോ ഭക്തവത്സല. ഇവിടെ പറയുന്ന ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ട് ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ എന്റെ സഹോദരന്റെ പുത്രനാണ് കൃഷ്ണൻ അല്ലേ. ആ കൃഷ്ണനും രാമനും അച്ഛൻ എന്നെ കുറിച്ച് എപ്പോഴെങ്കിലും എന്റെ പുത്രന്മാരെ കുറിച്ചും ഓർക്കാറുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. എന്താ ഇപ്പൊ എന്റെ അവസ്ഥ? അതായത് എന്റെ ജ്യേഷ്ഠനായിട്ടുള്ള വസുദേവരുടെ പുത്രനും ഭക്തവത്സരനും ശരണം പ്രാപിക്കാൻ അർഹനുമായിട്ടുള്ള കൃഷ്ണനും ആ രാമനും അച്ഛൻ എന്നെയും പാപങ്ങളായിട്ടുള്ള എന്റെ മക്കളെയും എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? ഇവിടെ ആ സാപത്ന്യമധ്യേ ആ ശോചന്തിയും മൃഗാണാം ഹരിണീമിവ സാന്തീശ്വരി മാം വാക്യേ പിതൃഹീനാം ച ബാലകാൻ. എന്റെ അവസ്ഥ എന്താണ്? ചെന്നായ്ക്കളുടെ നടുവിൽ കഴിയുന്ന മാൻപേടയെ പോലെ വല്ലാണ്ട് ക്ലേശിക്കുകയാണ്. അങ്ങനെ ചെന്നായ്ക്കളുടെ നടുവിൽ കഴിയുന്ന മാൻപേടയെ പോലെ ക്ലേശിക്കുന്നതായിട്ടുള്ള എന്നെയും അച്ഛൻ മരിച്ചു പോയതിനാൽ അനാഥരായി തീർന്ന എന്റെ പുത്രന്മാരെയും കൃഷ്ണൻ ഇവിടെ വന്നിട്ട് ഒന്ന് സമാധാനിപ്പിക്കുമോ എന്ന് ചോദിക്കുകയാണ്.
അവിടെ വെച്ച് കുന്തിദേവി ഭഗവാനെ വിളിക്കുക, കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുപിച്ചാവസീതീം. അതായത് ഭഗവാനെ, ആ മഹായോഗിയും വിശ്വാത്മാവും ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നവരുമായിട്ടുള്ള കൃഷ്ണ, കുട്ടികളോടുകൂടി വല്ലാണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവളും ശരണം പ്രാപിച്ചവളുമായിട്ടുള്ള എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്. നാന്യത്തവ പദാംബോജാൽ പശ്യാമി ശരണം നൃണാം ബിഭ്യത മൃത്യു സംസാരാധീശ്വരസ്യാപവർഗികാൽ പറയാണ്. ഇവിടെ ആ ജനന മരണ സ്വരൂപമായിട്ടുള്ള ഈ സംസാരത്തിൽപ്പെട്ട് ഉഴലുന്ന ലോകത്തിലുള്ള ജനങ്ങൾക്ക് അവിടുത്തെ പാതാരബിന്ദങ്ങളല്ലാതെ മറ്റൊന്നും ആശ്രയമായിട്ടില്ല. അപ്പോ ആ നമകൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനെ യോഗേശ്വരായ യോഗായ ത്വാമഹം ശരണം ഗതാം. അതായത് ധർമ്മസ്വരൂപനായിട്ട്, എങ്ങും നിറഞ്ഞവനായിട്ട്, പരമാത്മാവായിട്ട്, യോഗേശ്വരനായിട്ട്, ആ ജ്ഞാനസ്വരൂപനായിട്ട് വിളങ്ങുന്ന കൃഷ്ണ, അവിടത്തേക്ക് നമസ്കാരം. ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ സർവാത്മന ശരണം പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ സ്വജനങ്ങളെ കുറിച്ച്, അതുപോലെ ജഗദീശ്വരനായിട്ടുള്ള കൃഷ്ണനെ ഒക്കെ സ്മരിച്ചുകൊണ്ട് കുന്തി ദേവി തേങ്ങി തേങ്ങി കരയുകയാണ് എന്നാണ്. അങ്ങനെ ആ ശുകമഹർഷി പറയുകയാണ്, ഇപ്രകാരം കുന്തി ദേവി മാതാപിതാക്കളെയും ലോകേശനായിട്ടുള്ള കൃഷ്ണനെയും അനുസ്മരിച്ചിട്ട് ദുഃഖം കൊണ്ട് ദുഃഖിതയായിട്ട് ഉറക്ക കരയുകയാണ്. പിന്നെ ആ കുന്തിയൊക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമദുഃഖ സുഖോക്രൂരോ വിതുരച്ച മഹായശ സാന്തയാമാസുദുഃഖുന്തിയും തൽപുത്രോത്പത്തി ഹേതുഭി. അങ്ങനെ ഇപ്പോ ആ കുന്തിയെ സമാധാനിപ്പിച്ചു എന്നാണ്. കാരണം എന്താ? അതായത് ആ അക്രൂരനും വിതുരനുമാണ് കുന്തിയെ സമാധാനിപ്പിക്കുന്നത്. പാണ്ഡവന്മാര് ചില്ലറക്കാരൊന്നുമല്ല, അവര് ദേവാംശജന്മാരാണ്. ദേവന്മാരുടെ പുത്രന്മാരായതുകൊണ്ട് അജയ്യര, അവരെ ഒന്നും നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അത് ജനിച്ച സമയത്തുണ്ടായിട്ടുള്ള അശരീരി വാക്കിനെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് കുന്തി ദേവിയെ സമാധാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ അക്രൂരൻ അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ആ മധുരയിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോ ഈ പുത്രന്മാരില് യാസൻ രാജാനമഭ്യേത്യ വിഷമം പുത്രലാലസം അവതൽ സുഹൃതാം മധ്യേ ബന്ധുഭി സൗഹൃദോദിതം. ഇപ്പോ പിന്നെ പുത്രന്മാരിലെ അത്യാസക്തി കൊണ്ട് അവരുടെ ദുഷ്കർമ്മങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്ന രാജാവിനെ സമീപിച്ചിട്ട് രാജസഭയില് സുഹൃത്തുക്കളുടെ മധ്യത്തിൽ വെച്ച് ബന്ധുക്കളായിട്ടുള്ള കൃഷ്ണനും ബലരാമനും പറഞ്ഞയച്ച വാക്കുകള് അക്രൂരൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്താ അക്രൂരൻ പറഞ്ഞത്? ഭോ ഭോ വൈചിത്രവീര്യ ത്വം കുരൂണാം കീർത്തിവർദ്ധന ഭ്രാതൃവിവരതേ പാണ്ഡാവതിനാസനമാസ്ഥിത. അക്രൂരൻ പറഞ്ഞു, രാജാവേ, അങ്ങ് ആ വിചിത്രവീര്യപുത്രനായിട്ടുള്ള മഹാരാജാവേ എന്നാ വിളിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തെ പോലെ ആ ധർമ്മനിഷ്ഠ അങ്ങയിലും ഉണ്ടാവണം. അങ്ങ് കൗരവ വംശത്തിന് കീർത്തി വളർത്തേണ്ട ആളാണ്, കാരണം കുരു ഈ വംശത്തില് ഏറ്റവും ധാർമ്മികനായിട്ട രാജാവാ. അങ്ങ് ആ ധർമ്മബോധത്തിൽ അല്ലാണ്ട് പെരുമാറാൻ പാടില്ല. അങ്ങയ്ക്കും ആ ധർമ്മബോധം വേണം. അദ്ദേഹത്തിന്റെ കീർത്തിയെ ലോകത്തിൽ വ്യാപിപ്പിക്കേണ്ട ആളാണ്. അപ്പൊ കുരുവംശത്തിന് കീർത്തി വളർത്തേണ്ടവനായിട്ടുള്ള അല്ലയോ രാജാവേ, അങ്ങ് ആ അനുജനായിട്ടുള്ള പാണ്ഡു മരിച്ച ശേഷമാണ് ഇപ്പോ അതായത് രാജസിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ശരിക്ക് പറഞ്ഞാൽ അനുജനായിട്ടുള്ള പാണ്ഡുവാണ് രാജാവ്. ആ രാജാവായിട്ടുള്ള പാണ്ഡു മരിച്ചാൽ ശരിക്ക് പറഞ്ഞാൽ ഭാരതത്തിന്റെ അവകാശം ആർക്കാണ്? പാണ്ഡവന്മാർക്കാണ്. അപ്പൊ അങ്ങ് ഇപ്പോ സിംഹാസനാരൂഢനായിട്ട് രാജ്യം ഭരിക്കുന്നത് അനുജൻ ഭരിച്ചത് കൊണ്ടാണ്. ഒരു രാജാവിന്റെ ധർമ്മം എന്താ? ആ പ്രജകളെ, അതായത് രാജ്യം പാണ്ഡവപുത്രന്മാർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അക്രൂരൻ ഒന്ന് സൂചിപ്പിച്ചു അവിടെ. എന്നിട്ട് പറഞ്ഞു, ധർമ്മേണ ഭാരയന്നുർവിയും പ്രജാ ശീലേന രഞ്ജയൻ വർത്തമാന സമസ്വേഷു ശ്രേയ കീർത്തിമവാപ്സ്യസി. പറയാണ് രാജാവിന്റെ ആ ധർമ്മം എന്താണ്? ഇപ്പൊ അതായത് ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കുക, പ്രജകളെയൊക്കെ സ്വഭാവ ഗുണം കൊണ്ട് സന്തോഷിപ്പിക്കുക, എല്ലാവരെയും ബന്ധുക്കളെയൊക്കെ സമമായിട്ട് കണ്ടുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ ചെയ്താൽ അങ്ങക്ക് ശ്രേയസ്സും കീർത്തി ഉണ്ടാവും. അപ്പൊ പ്രജകളിലൊന്നും ഭേദഭാവന ഉണ്ടാവാൻ പാടില്ല. എന്നൊന്നും അങ്ങനെയല്ല ഭരിക്കുന്നത്. ഇന്നൊക്കെ അവരവന്റെ ആളുകൾക്ക് വേണ്ടത് അവർക്ക് നേട്ടം, മറ്റുള്ളവർക്ക് അതായത് കോട്ടം ഉണ്ടാക്കിക്കൊണ്ടാണ്. അത് ഒരു രാജാവിന്റെ രീതിയല്ല എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. പ്രജകളെയൊക്കെ രഞ്ജിപ്പിച്ചുകൊണ്ട് ഭരിക്കണം. ഇന്നൊക്കെ പ്രജകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന കൂട്ടരാണ്. അപ്പൊ അങ്ങനെ ജീവിച്ചാൽ, അങ്ങനെ ഭരിച്ചാലേ ശ്രേയസ്സും കീർത്തി ഉണ്ടാവുള്ളൂ. അതിന് വിപരീതമായിട്ട് ജീവിച്ചു കഴിഞ്ഞാലോ പ്രജകൾ അങ്ങേ നിന്ദിക്കും. അങ്ങ് ഭാവിയിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യണം, സ്വന്തം പുത്രന്മാരോട്,
അതായത് ആ സ്വന്തം പുത്രന്മാരോടും അനുജന്റെ മക്കളായിട്ടുള്ള പാണ്ഡവന്മാരോടും സമനിലയില് സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറണം. അത് അങ്ങ് ചിന്തിക്കുക, അതായത് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് എന്നാണ്. ഇപ്പൊ അങ്ങ് ദുര്യോധനാദികളോട് പ്രത്യേക മമത, പാണ്ഡവന്മാരോട് ഒരു വിദ്വേഷം, ഇതാണ് അങ്ങയുടെ സ്വഭാവം. ഇത് അങ്ങയുടെ കീർത്തിക്ക് ഹാനികരമായിട്ട് ഭവിക്കും, അങ്ങ് നശിക്കുന്നു പറയുകയാണ്. നോക്കൂ, അങ്ങ് വിചാരിക്കുന്ന ഈ പുത്രന്മാരും അതുപോലെ തന്നെ പാർശ്വവർത്തികളായിട്ടുള്ള ബന്ധുക്കളുണ്ടല്ലോ, അവരെപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവില്ല. നേഹ ചാത്യന്ത സംവാസ കർഹജിൽ കേനജിൽ സഹ രാജൻ സ്വേനാഭിദേഹേന കിമു ജായാത്മജാതിഭി. ഈ ലോകത്തില് ആർക്കും അതായത് ഈ ശരീരം പോലും നമ്മുടെ അതായത് നിയന്ത്രണത്തിലല്ല. ഒരിക്കലും ആർക്കും ആരോടും നിത്യസംസർഗം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. അത് ഈ ശരീരം കുറച്ചു കഴിഞ്ഞാൽ ഈ ശരീരം തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്, അല്ലെ? ആ ശരീരം തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് എന്നതുകൊണ്ട് പിന്നെ എന്നാണെങ്കിൽ ഈ ശരീരത്തോട് ബന്ധപ്പെട്ട ഭാര്യ, മക്കള്, പുത്രന്മാര്, ബന്ധുക്കള് ഇത് നിത്യമായിരിക്കുവോ? ഇല്ലല്ലോ. കാരണം ശരീരം തന്നെ അനിത്യമാണ്. അതിനെന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിച്ചേ മതിയാവൂ. അപ്പൊ ആ നിലയില് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് ആ ശരീരവും ഭാര്യയും മക്കളും പുത്രന്മാരും ബന്ധുക്കളും ധനവും ഒക്കെ. അതങ്ങ് മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ ഇവിടെ അതായത് ആരോടും നമുക്ക് ഈ ലോകത്തില് സ്ഥിരമായിട്ട് ആരോടൊന്നിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല. ഓരോരുത്തരും ജീവന്മാര് ജനിക്കുന്നതും ജീവിക്കുന്നതും അവനവന്റെ കർമ്മഫലമായിട്ടുള്ള സുഖവും ദുഃഖവും അനുഭവിക്കാനാണ്. അത് അങ്ങ് മനസ്സിലാക്കണം. അല്പബുദ്ധിയായിട്ടുള്ള മനുഷ്യൻ അധർമ്മത്തിലൂടെ സമ്പാദിച്ച ധനം അദ്ദേഹത്തിന്റെ പുത്രന്മാര് വന്ന് കവർന്നെടുക്കും. ഇതാണല്ലോ ഇപ്പൊ ലോകത്തിൽ അന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അധർമ്മം ചെയ്ത് ഭാര്യയെയും പുത്രന്മാരെയും പോറ്റുന്നവരെ ഒരു ദിവസം ഉപേക്ഷിച്ച് അവരൊക്കെ പോകും, അല്ലേ? അവരെയൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. പറയുന്ന അതായത് ഏതൊക്കെ തരത്തില് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അധർമ്മമൊക്കെ ചെയ്ത് ആ ഭാര്യ മക്കളെയൊക്കെ പോറ്റുന്നവരെ അവരൊരു ദിവസം ഉപേക്ഷിച്ച് പോകുന്നുള്ളത് തീർച്ചയാണ്. അധർമ്മമായിട്ട് ജീവിക്കുന്ന ആളോ മരണശേഷം സ്വന്തക്കാരെയൊക്കെ വെടിഞ്ഞ് നരകത്തിലേക്ക് പോകേണ്ടതായിട്ടും വരും. ഈ ലോകത്തിന്റെ സ്വഭാവം എന്താണ്? ശരിക്ക് ആ സ്വപ്നം പോലെയുള്ളൂ. സത്മാ ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം, അല്ലെ? ഇതൊക്കെ ഒരു സ്വപ്നം പോലെയോ മനോരഥം പോലെയോ അതായത് ഇല്ലാത്തതാണ്, അനിത്യമാണ്. അത് മനസ്സിലാക്കുക. ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കി ശാന്തനായിട്ട് അങ്ങ് ആ പുത്രന്മാരിലും സഹോദര പുത്രന്മാരിലും സമനായിട്ട് ജീവിക്കൂ എന്നാണ് അക്രൂരൻ കൊടുക്കുന്ന ഉപദേശം. ഇത് കേട്ടപ്പോ എന്താ ധൃതരാഷ്ട്ര പറഞ്ഞത്? യഥാവതതി കല്യാണീം വാചം ദാനപതേ ഭവാൻ തഥാനയാന തൃപ്യാമി മർത്യപ്രാപ്യ യഥാമൃതം. പറഞ്ഞോ, അങ്ങ് അതായത് ദാനശീലനാണ് അങ്ങ് അവിടുന്ന്, അല്ലെ? ദാനപതിയാണ് അക്രൂര. അങ്ങ് എനിക്ക് നല്ല മംഗളത്തെ ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് അങ്ങ് പറഞ്ഞത്. അങ്ങയുടെ മുഖത്ത് നിന്ന് അത് കേൾക്കുന്ന സമയത്ത്, അല്ലെ, ദാനശീലനായിട്ടുള്ള അക്രൂര, അങ്ങയുടെ വാക്കുകൾ എനിക്ക് അമൃതപാനം പോലെ സുഖം തരുന്നുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല എന്നാണ്. അങ്ങയുടെ വാക്കുകളൊക്കെ ഇപ്പൊ എന്റെ ഹൃദയത്തില് തഥാപി സൂനൃത സൗമ്യ ഹൃദിനസ്തി. അതായത് അങ്ങയുടെ ഈ ഉപദേശങ്ങളൊക്കെ എന്റെ മനസ്സിൽ അതായത് നിൽക്കണില്ല. എന്താ അത്? അതൊക്കെ ഇടിമിന്നല്, ഈ ആകാശത്തില് മിന്നല് കാണും. എത്ര നേരം മിന്നൽ ആകാശത്തിൽ നിൽക്കുള്ളൂ? വളരെ കുറച്ചു നേരം. ഇതുപോലെ അങ്ങയുടെ ഉപദേശം എന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കണില്ല. ദുര്യോധനൻ എന്ത് പറയണോ അതനുസരിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ദുര്യോധനൻ പറയണത് അധർമ്മമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് അധർമ്മത്തിന് പിന്തിരിയാൻ പറ്റില്ല. അയാളോടുള്ള മമത കൊണ്ട് എനിക്ക് അയാൾ പറഞ്ഞത് അംഗീകരിക്കും. ഈ നോക്കൂ, ഈ ധൃതരാഷ്ട്രയെ പോലെ ഇത്ര ധർമ്മനിഷ്ഠയെ കുറിച്ചൊക്കെ പഠിച്ച ആള്, കേട്ട് മനസ്സിലാക്കിയ ആള്, സത്സംഗം കിട്ടിയ ആള് ലോകത്തിൽ വേറെ ആരുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ വിതുരൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലെ സത്സംഗത്തിലൂടെ കാര്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരാള് ലോകത്തിൽ കുറെ എന്ത് ഫലം? ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ആ പുത്രന്മാരോടുള്ള മമത കൊണ്ട് അതൊക്കെ വെള്ളത്തിൽ വരച്ച വരബോധിയാവുകയാണ്. ഇതാണ് എപ്പോഴും ഈ ജ്ഞാനം ശരിക്കും പ്രകാശിക്കണമെങ്കിൽ, അനുഭവ സ്വരൂപമാകണമെങ്കിൽ വൈരാഗ്യം അതിന്റെ കൂടെ കലശലായാലേ പറ്റുള്ളൂ. ഇയാൾക്ക് പുത്രന്മാരോട് വൈരാഗ്യമൊന്നുമില്ലല്ലോ, ഒന്നിനോടും വൈരാഗ്യമില്ല. അവരോട് മമത കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ അവിടെ അതിനൊരു ന്യായം പറയുന്നത്? ഈശ്വരസ്യ വിധിങ്കോനോ വിധിനോത്യന്യഥാപുമാൻ ഭൂമേർ ഭാരാവതാരായ യോവതീർന്നോ യഥോ കുലേ. ഇപ്പോ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ യദുവംശത്തിൽ അവതരിച്ചിരിക്കുന്നത്.
അപ്പൊ ദുര്യോധനൻ പറയണത് അനുസരിക്കാനേ കഴിയുള്ളൂ. അതിന് കാരണം ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനാണ് ഭഗവാൻ യദുകുലത്തില് ആ കൃഷ്ണനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ നിശ്ചയത്തെ മാറ്റി തീർക്കാൻ ആർക്കാ കഴിയാതാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഈശ്വരേച്ഛയാണ് ആ ഭാരത യുദ്ധത്തിലൂടെ ദുഷ്ടന്മാര് നശിച്ച് ഭൂമിയുടെ ഭാരം തീരണമെന്നത് എന്ന്. അതായത് ഈശ്വരേച്ഛയാണത്. ഭാരത യുദ്ധത്തിലൂടെ ദുഷ്ടന്മാരൊക്കെ നശിച്ച് ഭൂമിയുടെ ഭാരം തീരണം എന്ന്. അതിന് തന്റെ പുത്രന്മാരും പാണ്ഡവന്മാരും തമ്മില് വിരോധം അനിവാര്യമാണ്. അതാണ് എന്റെ പുത്രന്മാരോടുള്ള പക്ഷഭേദം എനിക്ക് ഒഴിവാക്കാൻ ആകാത്തത് എന്നാണ് ധൃതരാഷ്ട്രൻ പറഞ്ഞ അതിന്റെ സാരെന്നാണ് പറഞ്ഞു. യോ ദുർവിമർശപതയാ മദ്ദിജമായേതം സൃഷ്ടുവാഗുണാൻ വിഭജതേ തദനു പ്രവിഷ്ട തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രകഥയെ പരമേശ്വരായ. പറയണം ഭഗവാന്റെ ആ പ്രഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സ്തുതി അത് ആ ധൃതരാഷ്ട്രയുടെ. കാരണം ഇതുവരെ കേട്ട സത്സംഗത്തിന്റെയൊക്കെ പ്രയോജനം ആ സ്തുതിയിലുണ്ട് എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ ആ ഭഗവാന്റെ പ്രഭാവം എന്താ? ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത മാർഗത്തിലൂടെ സത്വാദി ഗുണങ്ങളെ സൃഷ്ടിക്കുന്നവരും ആ ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാ ശരീരങ്ങളിലും പ്രവേശിച്ച് ഗുണവികാരങ്ങളായ ശമം, രാഗം, ക്രോധം മുതലായിട്ടുള്ള ഭാവങ്ങളെ ജീവന്മാർക്ക് ഉണ്ടാക്കി തീർക്കുന്നവരും സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവരും സർവേശ്വരനുമായിട്ടുള്ള ഭഗവാന് നമസ്കാരം എന്നും പറഞ്ഞ് ആ ഭഗവാനെ സ്മരിച്ച് നമസ്കരിക്കുകയാണ്. അത് കഴിഞ്ഞ് ശുഗമഹർഷി പറയുകയാണ് ആ ഇത്യഭിപ്രയത്തിനെ അഭിപ്രായം സ യാദവ സുഹൃദ്ഭി സമനുജ്ഞാത പുനർയദുപുരി മകാൽ. ഇങ്ങനെ ആ സംഭാഷണം കേട്ട് ഈ പ്രകാരമുള്ള സംഭാഷണം കൊണ്ട് രാജാവിന്റെ ആ വിഷമ സ്വഭാവം മാറില്ല. അദ്ദേഹം തന്നെ അത് പറയുന്നു. ഇത് കേട്ട് ആ കാര്യം അക്രൂരൻ ബന്ധുക്കളോട് യാത്ര പറഞ്ഞ് അനുവാദം വാങ്ങി മധുരാപുരിയിൽ പോയിട്ട് ആ ശശംസ രാമകൃഷ്ണാഭ്യം ധൃതരാഷ്ട്ര വിജേഷ്ഠിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ യഥാർത്ഥം പ്രേക്ഷിത സ്വയം. അങ്ങനെ അതായത് രാമകൃഷ്ണന്മാരെ എന്താണോ പറയാൻ ഏൽപ്പിച്ച് ഹസ്തിനാപുരത്തിലേക്ക് അയച്ചത് ആ കാര്യമൊക്കെ വേണ്ടതുപോലെ ചിട്ടയോടുകൂടി നടത്തിയിട്ട് ഇവിടെ വന്ന് ധൃതരാഷ്ട്ര ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് അക്രൂരൻ രാമകൃഷ്ണന്മാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് തന്റെ ദൗത്യം നിറവേറ്റി എന്നും പറഞ്ഞിട്ടാണ് ആ ദശമസ്കന്ധത്തിലെ 49ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് പൂർവാർദ്ധം, ദശമസ്കന്ധത്തിൽ പൂർവാർദ്ധം സമാപിക്കുന്നത്. ഇനി ഉത്തരാർദ്ധമാണ്. അതില് ആ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധം, ആ ഭഗവാൻ സമുദ്രത്തിന്റെ മധ്യത്തിൽ ദ്വാരക നിർമ്മിക്കുന്നതൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ദിവസം. ഏതായാലും ഇന്നത്തെ ഈ സത്സംഗം ഇപ്പോൾ ഇവിടെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. ഇന്നത്തെ യജ്ഞസമർപ്പണം നടത്തി ധന്യനായിട്ടുള്ള മഹാത്മാവാണ് സുകുമാരൻ, പൂരാടം നക്ഷത്രം, കടവിൽ ഹൗസ്, അദ്ദേഹത്തിന്റെ വകയാണ് ഇന്നത്തെ യജ്ഞസമർപ്പണം. അപ്പൊ ഈ സമർപ്പണമൊക്കെ നമ്മള് ശരിക്ക് സ്വന്തം സ്വമനസാലെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാ. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ആരുടെയെങ്കിലും പിറന്നാൾ വരിക, നമ്മളെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ മരിച്ച് അവരുടെ ശ്രാദ്ധം, അത് ശരിക്കും സമർപ്പണത്തോടു കൂടി അതിനെ അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരുപാട് ഭാവങ്ങളുണ്ട് എന്നാണ്. അപ്പോ ഇത് നമ്മള് ഈ നോക്കൂ, നമ്മൾ ഇന്നത്തെ ഒരു ദിവസം സമർപ്പണം നമ്മൾ നടത്തി. ആ സമർപ്പണ ദിവസം ആരൊക്കെ ഈ സത്സംഗം കേൾക്കുന്നുണ്ടോ, അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ, അവർക്ക് എന്തായാലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചു നേരത്തിനെങ്കിലും മനസ്സിൽ നല്ല വിഷയം, നല്ല ചിന്തകളും നല്ല ഭാവങ്ങളും കുറച്ചു നേരം മനസ്സ് ഭഗവാനെ നിൽക്കുക എന്നൊരു അവസ്ഥയൊക്കെ വരുമല്ലോ. അപ്പൊ അതിന്റെ ആ പുണ്യം ഈ സമർപ്പണം നടത്തുന്ന ആളുകൾക്ക് കിട്ടും. അതിന്റെ ഒരു അംശം ഇതൊരിക്കലും നശിക്കാത്തൊരു അനുഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലെ സമർപ്പണത്തിന് മുന്നിട്ട് വരണം. ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനാണ് നമുക്ക് ഭഗവാൻ മനുഷ്യജന്മം തന്നിരിക്കുന്നത്. നോക്കൂ, ഈ ലോകത്തിൽ എങ്ങ് തിരിഞ്ഞാലും അശാന്തിയും അതുപോലെ തന്നെ അസമാധാനവും മാത്രമല്ലേ ഉള്ളൂ. അതൊന്നൊക്കെ നമുക്കൊരു ശാന്തി കിട്ടുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ള ആ സത്സംഗത്തിലൂടെ, അതുപോലെ സൽക്കർമ്മങ്ങളിലൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഭഗവാൻ ഒരു അവസരം തന്നതായിരിക്കും അതായത് ഈ മഹാമാരിയെ കൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. എന്നിട്ടോ ആ വന്ന ദുരിതത്തെ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട്, ഈ സമർപ്പണ ഭാവങ്ങളെ കൊണ്ട് ആ ദുരിതത്തെ നമ്മൾക്ക് അതിക്രമിക്കാൻ പറ്റും. ആ സമയം നമ്മൾ ദുരിതത്തെ കുറിച്ചൊന്നും നമ്മൾ ഓർക്കണില്ലല്ലോ. നമ്മൾ ആ സമയത്ത് ഈശ്വരനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയുന്ന എല്ലാവരും അന്ന് ഓരോ ദിവസ സമർപ്പണമെങ്കിലും നടത്തി ഭഗവാന്റെ നല്ലൊരു, അതായത് ഭഗവാൻ തന്നെ തന്നൊരു സൗഭാഗ്യമാണത്. അത് ചെയ്ത് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഗുണം മനസ്സിലാവുള്ളൂ.
അപ്പൊ അത് ഓരോരുത്തരും അതിന് മുന്നോട്ട് വന്ന ഓരോ ദിവസം സമർപ്പണം അവരുടെ വകയായിട്ട് നടത്തി ഭഗവാന്റെ അനുഗ്രഹം. ഇങ്ങനെ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നമ്മുടെ ഉള്ളിലൊരു തോന്നൽ, ഞാൻ ഇന്നത്തെ സമർപ്പണം നടത്തി, എന്റെ കാര്യമൊക്കെ ഗുരുവായൂരപ്പൻ നേരെ ചൊവ്വ നടത്തി തരും, എന്റെ ആഗ്രഹം സാധിപ്പിച്ചു, അങ്ങനെ ഒരു മനോഭാവം വരും നമ്മുടെ ഉള്ളില്. അങ്ങനെ മനോഭാവം വന്നാലോ തീർച്ചയായിട്ടും അതത് ദിവസത്തെ കാര്യങ്ങളൊക്കെ ഭഗവാനെ തന്നെ നമ്മൾ ഏൽപ്പിക്കുക. ഭഗവാൻ വേണ്ടതുപോലെ നോക്കിക്കോളൂ. ഒരിക്കലും ഭഗവാൻ തന്നെ ഭക്തന്മാരെ കഷ്ടപ്പെടുത്തില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഷ്ടപ്പാട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ നന്നാക്കാനാണ്. അത് വിചാരിച്ചോളൂ നിങ്ങൾ. നോക്കൂ, നമ്മളെ ഏതെങ്കിലും തരത്തിൽ കഷ്ടപ്പെടുത്ത ആ കഷ്ടപ്പാടൊക്കെ നമ്മളെ നന്നാക്കാൻ വേണ്ടി തരുന്നതാ. ആ കഷ്ടപ്പാട് കൊണ്ട് ആളുകളൊക്കെ നന്നായിട്ടുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും അടുത്ത ദിവസങ്ങളിലെ സമർപ്പണമൊക്കെ ആ മുന്നോട്ട് വന്ന് അത് ചെയ്യുക. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ഈ സുകുമാരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഭഗവാന്റെ പൂർണ്ണമായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഈ കേൾക്കുന്ന ആളുകളൊക്കെ മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ആ ഇന്നത്തെ സമർപ്പണക്കാരനായിട്ടുള്ള ആ സുകുമാരൻ അദ്ദേഹത്തിന് ആ പൂർണ്ണമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ആ സമർപ്പണ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ കുലം തന്നെ പവിത്രമായിട്ട് തീരും, യാതൊരു സംശയമില്ല. ഗുരുവായൂരപ്പൻ അവരെ വീണ്ടും പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കും എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതായത് സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.